സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കൊക്കെ ഏറ്റവും എളുപ്പത്തിൽ പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ട് ഉൾഭാഗം നല്ല ക്രീമി ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റിലൊരു കിടിലൻ പലഹാരത്തിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ബ്രെഡാണ്. നമുക്ക് എത്രയാണോ പലഹാരം വേണ്ടത് അത്രയെണ്ണം ബ്രെഡ് എടുക്കാം. ഇനി ഓരോ ബ്രെഡും നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ പരത്തുന്ന സമയത്ത് പൊട്ടി പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയിട്ട് പരത്തിയെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നല്ല വൃത്തിക്ക് തന്നെ പരത്തിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ബ്രെഡായാലും ഇതുപോലെ ഒന്ന് ജസ്റ്റ് പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് നന്നായിട്ട് പരത്തിയെടുത്തതിന് ശേഷം പീനട്ട് ബട്ടറാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഏത് ക്രീമും ചേർത്ത് കൊടുക്കാം. ചോക്ലേറ്റ് ക്രീം ആയാലും കുഴപ്പമില്ല, ഏത് ഫ്ലേവറാണ് ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് പ്യൂർ ഹാർട്ടിൻ്റെ ക്രഞ്ചി ക്രീമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതുപോലെ ഒറ്റക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പീനട്ട് ബട്ടർ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് പകുതിയായിട്ട് മടക്കിയെടുക്കാം. എന്നിട്ട് സൈഡ് ഭാഗം ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി കാണാനൊരു ഭംഗിക്കും നല്ലൊരു ഷേപ്പ് കിട്ടാനും വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ അടുപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിർബന്ധമില്ല കേട്ടോ, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തൊന്ന് മാത്രം. അപ്പോൾ എല്ലാതും ഇതേ രീതിയിൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. ഒരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു നുള്ള് പഞ്ചസാരയും കുറച്ച് ഏലക്കാപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ കയ്യിൽ പാലുണ്ടെങ്കിൽ കുറച്ച് പാലും കൂടെ ചേർത്തിട്ട്, കുറേ സ്നാക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്താൽ കുറച്ചും കൂടെ ബാറ്റർ ഉണ്ടാവും. ഇനി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബ്രെഡിൻ്റെ പീസ് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് അതും വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി എല്ലാതും ഓരോ സ്നാക്കും ആദ്യം മുട്ടയുടെ ബാറ്ററിലൊന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാതും ഇതുപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഒരു പാനിൽ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഓരോ സ്നാക്കും ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് പുറം ഭാഗം കരിഞ്ഞു പോകട്ടോ. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് രണ്ട് ഭാഗവും കളറൊക്കെ മാറി നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയാൽ പാനിൽ നിന്ന് മാറ്റാം. ഒരുപാട് കരിഞ്ഞു പോകണ്ട. ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുറംഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട്, ഉൾഭാഗം ആ ഒരു ബട്ടർ ക്രീമൊക്കെ വെച്ചത് കാരണം നല്ല ക്രീമി ആയിട്ടാണ് കേട്ടോ ഉണ്ടാവുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള അടിപൊളി പലഹാരമാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവും. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. ഇതുപോലുള്ള ഈസി റെസിപ്പികൾക്ക് പെപ്പറായിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.